പുറത്തും ജാൻമണി ബിസിനസ് ക്ലാസ് ഒക്കെ നോക്കുന്ന ആളാണ്. ആണോ? ആണോ? ഇന്ത്യയിൽ എവിടെയാ ബിസിനസ് ക്ലാസ്? ഇപ്പോ ഇന്ത്യൻ എയർ ഇന്ത്യയില് കുറച്ച് സീറ്റ് ഉണ്ടാവും. ഇൻഡിഗോയിലുണ്ടോ? ബിസിനസ് ക്ലാസ് ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത്. അതിനെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കഥ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. ബിസിനസ് ക്ലാസ് ഇന്റർനാഷണലി പോകുമ്പോൾ ജെറ്റ് എയർവേസ് ഒക്കെ ഉള്ളപ്പം പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം എനിക്കറിയാം, ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ ഇന്ത്യയിൽ. പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയാൽ കൊടുക്കുന്നവരെ ഞാൻ തരും. ഇല്ല, എനിക്ക് തോന്നുന്നു അത് ഡയലോഗ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറെ സാധനം പറയില്ലേ, ഞാൻ നിന്നെ കാണിച്ചു തരാടി, ഞാൻ പ്രസ് മീറ്റ് നടത്തോടി എന്നൊക്കെ കുറെ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി. എന്തൊക്കെ ആവും ആള് പാവാവും, വെറുതെ പറയുന്നതാ. ഈ ബിഗ് ബോസില് വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തായിട്ട് എൻട്രികൾ പോകാറുണ്ടല്ലോ. ചേച്ചിക്ക് അങ്ങനെ അവസരം കിട്ടിയാൽ പോകും? എനിക്കോ? ഞാൻ ചോദിക്കുന്ന കാശ് വന്നാൽ ഞാൻ പോകും. യെസ്. പക്ഷെ തരൂല. കഴിഞ്ഞ ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നു. ബിക്കോസ് ജാൻമണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് അവളുടെ എല്ലാം അറിയാം. അവളുടെ തുടക്കം മുതൽ 2010 ജാൻ വരുന്നത്. എന്റെ മേക്കപ്പ് വൺ ഓഫ് ദ ലിസി ചേച്ചിയൊക്കെ കഴിഞ്ഞാൽ എന്റെയാണ് വൺ ഓഫ് ദ ഫസ്റ്റ് ചെയ്യുന്നത്. ഇന്നും ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് എനിക്ക് ഇനി വഴക്ക് പറയാം, കുറ്റം പറയാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. ഐ റിയലി ലവ് ഹർ, ഐ കെയർ ഫോർ ഹർ. അപ്പൊ എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിന്റെ സൈഡേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറെ വർഷമായി ഒരു ഇന്റർവ്യൂ കൊടുക്കാത്ത ഒരാളാണ്. ഞാൻ ആ കൊച്ചിന് വേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നത്. അടിയുന്നത് നിങ്ങളൊക്കെ കാരണം പ്രേക്ഷകരൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കാനുള്ളൂ. അതുകൊണ്ടാ. ഇപ്പൊ അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ജാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഭയങ്കര നുണ പറയുന്നതിനാന്ന് അല്ലെ. എനിക്കറിയില്ല. ജിൻഡു പിന്നെ എന്റർടൈനിങ് ആണ്, കണ്ടിരിക്കാം, കാണാൻ രസമുണ്ട്. പിന്നെ കളിക്കുന്നതിനും തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ജിൻറ്റു ടോപ്പ് 5 എത്തും, ചിലപ്പോൾ ജയിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ജിൻറ്റു ഐ ലൈക്ക് ജിൻറ്റു. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, കളിക്കാൻ വേണ്ടി കളിക്കുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്, കുറച്ച് പോപ്പുലർ ആക്കി ചാനൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ജിൻറ്റു, ജാസ്മിൻ, ഗബ്രി, അങ്ങനെ. പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സിബിൻ പോയത് വെരി അപ്സെറ്റ്. പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അൻസിബനെ കുറച്ച് ഇഷ്ടപ്പെട്ടു. ക്വയറ്റ് ആണെങ്കിലും പറയുന്ന പോയിന്റ്സ് സ്പോട്ടിൽ അടിക്കുന്ന സാധനമാണ്. ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ്. സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഋഷിന്റെ സ്റ്റാൻസ് എനിക്ക് ഇഷ്ടമാണ്. ഋഷി ക്വയറ്റ് ആണെങ്കിൽ അവന്റെ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയർ ആയിട്ട് നിൽപ്പുണ്ട്. ഡ്രാമയൊന്നുമില്ല. ഐ ലൈക്ക് ദാറ്റ്. ഇത്രയും പേരാണ് ഞാൻ കുറച്ചൊക്കെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നോക്കി നിൽക്കുന്നത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി കളി എപ്പം വേണേലും മാറാം. ആ പവർ റൂം ഉള്ളതുകൊണ്ട് എല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. എന്നെ ഇതെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ വോണ്ട് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. പക്ഷെ നടക്കുന്നില്ല. അതാണ് ഈ ബിഗ് ബോസിന്റെ പ്രശ്നം. ഇത്രയും കണ്ടല്ലോ, അപ്പോൾ ഈ ഗബ്രിയുടെയും ജസ്മിന്റെയും പ്രണയം ജെന്യുവൻ ആയിട്ട് ഐ ഡോണ്ട് നോ, ഇല്ലാന്ന് തോന്നുന്നു. ഗബ്രി ആൾ ഉപയോഗിക്കുന്ന പോലെ തോന്നിയിരുന്നു. See, Gabri is a very smart gamer. Jasmine is also very smart. അപ്പം അവർ ഈ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം. അത് റിയൽ ആണോ അല്ലയോ എന്ന് പറയാൻ ഞാനറിയാം. എന്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ പോലീം ഷിനിഷും അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ അവർ കല്യാണം കഴിച്ച് 2 കുട്ടി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലെ. ആവാതിരിക്കാം. ഐ മീൻ, പക്ഷെ അവര് പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കെട്ടാൻ പറ്റൂല എന്ന് അല്ലെ. രണ്ട് കൾച്ചറിൽ നിന്നാണ് അത്. അവർ തന്നെ ക്ലിയർ ആയി പറയുന്നുണ്ട്. പിന്നെ അതിന്റെ പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ടന്മാർ അല്ലേ. നോ, ബിഗ് ബോസ് ഇസ് നോട്ട് സ്ക്രിപ്റ്റ്. കൺട്രോൾഡ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ടീം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഇപ്പം പവർ റൂമിലേക്ക് കയറ്റാം ഒരാളെ വേണമെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഗബ്രിയും വേറെ 3 പേരുമാണ്. ഇപ്പൊ ഗബ്രി ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ്, ചാൻസ് കൂടുതൽ ഗബ്രിക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം, എന്നാ കളിച്ചോ. പിന്നെ 2 പേര് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കാം. ഇപ്പം രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുക്കാം. മോർണിംഗ് ടാസ്ക് അറിഞ്ഞ ഒരു അടി വരും. ബിക്കോസ് അപ്പൊ അവരെ കൊണ്ട് പറയിക്കാം. അപ്പൊ അങ്ങനെ കോണ്ടന്റ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ല, ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. സിബിൻ ഇറങ്ങിയ സമയത്ത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സിബിൻ ഇറങ്ങിയ സംഭവം ഇന്നും കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു കയറ്റാത്തതെന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷക ഉണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ ആയിരുന്നു സിബിൻ. ഒന്നുമല്ല, അവൻ ആദ്യം വന്നപ്പോൾ അവൻ കറക്റ്റ് ആയിട്ട് ഗെയിം ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കളിക്കാം, ഇവരെ വെച്ച് മൈൻഡ് ഗെയിം കളിച്ച് തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് അവൻ്റെ 8ന്റെ പണി കൊടുത്തു. ആ 8ന്റെ പണി അവനെ ക്രാക്ക് ചെയ്തു. അപ്പൊ ഐ എം വെരി അപ്സെറ്റ് ഇറ്റ് ക്രാക്ഡ് ഹിം. ബട്ട് ദ തിങ് ഈസ്, ഹൗ ഡു ഐ സേ ദിസ്, അത് അവൻ കുറച്ച് വീക്കായി പോയി. പക്ഷേ സിബിൻ പറഞ്ഞു, ഞാൻ സിബിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇന്നലെ കണ്ടു. സിബിൻ പറഞ്ഞു ദാറ്റ് വാട്ട് ഡിഡ് ഹി സേ, അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല.
ചാനൽ പറഞ്ഞിട്ട് പോയതാണ്, ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗെയിമിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും അല്ലെ? അല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് ഞാനൊരു പ്രേക്ഷക അദ്ദേഹത്തിന് മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളൊക്കെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ കുറച്ചാണ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു? മണിക്കുട്ടന്റെ ഒരു ഇൻസിഡന്റ്, മണിക്കുട്ടനെ ഇങ്ങനെ പുറത്തിറക്കിയില്ലേ കുറച്ചു ദിവസം, എന്നിട്ട് അവൻ ജയിച്ചില്ലേ, തിരിച്ചു ജയിച്ചില്ലേ? വന്ന് ഒരാഴ്ച പോലും നിൽക്കാതെ രണ്ടാഴ്ച. പോണെന്ന് പറഞ്ഞല്ലോ. അത് സെക്കൻഡ് വീക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് പുറത്ത് കൊണ്ടുപോയിട്ട് അവൻ തിരിച്ചു കയറാന്നും പറഞ്ഞു. ആദ്യ പ്രാവശ്യം പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് അത് ആദ്യം കൺഫെഷൻ ഇട്ടു. അതിന്റെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും പോകണമെന്ന് പറഞ്ഞു. അതെ, ഐ തിങ്ക് അതിനിടയിൽ സിബിന്റെ ഇന്റർവ്യൂവിൽ സിബിൻ പറഞ്ഞിരുന്നു ആദ്യം അകത്തേക്ക് കൊണ്ടുപോയപ്പം അന്ന് ഇറക്കാൻ പറ്റിയില്ല, അപ്പം ഒന്ന് 24 hours വെയിറ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തിരിച്ചു കയറിയത് എന്ന് അവൻ പറയുന്നുണ്ട് അവന്റെ ഈ ഒരു ഇതില്. സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൈ പ്രോബ്ലം ഇസ് നോട്ട് ദാറ്റ്. മൈ പ്രോബ്ലം ഇസ് അവൻ കയറാമെന്ന് അവൻ ഓക്കെ ആയിരുന്നു, എന്തുകൊണ്ട് അവനെ കയറ്റിയില്ല? ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഇപ്പം പുറത്ത് സംസാരിക്കുമ്പോൾ അവൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ലൈക്ക് ഐ സെഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഏഷ്യാനെറ്റിലെ ഒരു ഷോ ആണ്. അപ്പം നമുക്ക് ആരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു യാത്ര വേണമല്ലോ ഈ ലോകത്ത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഉള്ളിടത്തോളം കാലം നമുക്കിങ്ങനെ ഡിപ്ലോമാറ്റിക്കലി 2 ബോട്ടിലും കാലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് സഞ്ചരിക്കാം. പിന്നെ അതൊന്നും ഇഫ് യു ഡോണ്ട് കെയർ അബൌട്ട് എനി ഓഫ് ഇറ്റ്, ഹോപ്പ്ഫുള്ളി സിബിൻ അവന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കാൻ ഞാനുണ്ട്. ഇറ്റ് ഇസ് വെരി ടഫ്. ഭയങ്കര ട്രോമാറ്റിക് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഷോയേ അല്ല ഇത്. നമ്മളെന്ന വ്യക്തിയെ തിരിച്ച് ചോദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതില്ലാതെ കുറച്ച് രക്ഷപ്പെട്ട ഒരാളെന്നൊക്കെ ഞാൻ എന്നെ കാണും. എനിക്ക് അതൊരു 1.5-2 വർഷം എടുത്തു അതിന്റെ ഒരു പിടിയിൽ നിന്നും പോകാൻ. ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പ് ഇപ്പൊ ഞാൻ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ട്രാപ്ഡ് അല്ലേ? എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോനെ കുറിച്ച് ചോദിക്കാൻ ഈ രഞ്ജിനി അടുത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വെറുതെ മന്ദാകിനി എന്ന് പറഞ്ഞ ഷോന്റെ പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അവർക്കെങ്കിലും കുറച്ച് പ്രൊമോഷൻ കിട്ടട്ടെ ഒന്ന് വിചാരിക്കും. മന്ദാകിനിന്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന ഞാൻ ഇവിടെ ഇരുന്ന് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഈ സീസണിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ ഷോ അത്രയും ട്രാപ്ഡ് ആയതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും കാണുന്നില്ലേ? അത്രയും ട്രാപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോനുണ്ട്. ഇറ്റ് ഈസ് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഞാനത് ഷോയിൽ പങ്കെടുക്കാൻ പോയത് ഈ കോൺസെപ്റ്റിനെ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് എനിക്ക് കോൺസെപ്റ്റ് അറിയാം, എത്ര നന്നായിട്ട് അറിയാം. എന്റെ സീസണിലൊക്കെ ഭയങ്കര ബാലിശകമായിരുന്നു. എന്ന് പറയാം, കോൺസെപ്റ്റ് വീക്കായിരുന്നു, ചെറിയ രീതിയിലേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് അവരത് 6 സീസൺ അവർ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇവരെ അത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇറ്റ്സ് അൾട്ടിമേറ്റ് ട്രാപ്പാണ്. ആ ട്രാപ്പ് ചെയ്യുന്ന 100 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഫുള്ളി ഇറങ്ങി വരില്ല. ബിക്കോസ് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ജാന്റെ അടുത്ത് ചോദിച്ചാൽ ജാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പോണം എന്ന് പറഞ്ഞ ആള് ഇനി ചോദിച്ചാൽ ഇനി പോകുമെന്ന്. അഫ്കോഴ്സ് ഇവിടെ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് പോകും. പക്ഷെ നമ്മൾ ആരുടെ അടുത്തും പറയില്ല അറിഞ്ഞുകൊണ്ട് മോനെ ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടസ്റ്റന്റ് ആവണം. നോ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ജീവിതം മാറ്റി. ആൻഡ് അത് ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതൊരു വിജയമാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അത് ഹാൻഡിൽ ചെയ്ത് പുറത്തിറങ്ങിയ ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ അർച്ചന അതിൽ ഇറങ്ങി കല്യാണം കഴിച്ച് പോയി കുട്ടിയായി. ഇവിടെ സിനിമയിൽ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് യുവർ ലൈഫ്, യുനോ. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്വൈറ്റ് ആൻ എക്സ്പീരിയൻസ്. പക്ഷെ അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇഷ്ടമുള്ളവർ പോയി കാണാം, ഹാവ് ഫൺ. ഇപ്പൊ ആര്യ പറഞ്ഞു ആര്യയുടെ കരിയർ നശിപ്പിച്ച് ബിഗ് ബോസിൽ പോയതിനു ശേഷം കരിയർ ഒന്നും ഇല്ലാണ്ടായി പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കരിയർ ഇല്ലാത്തൊരവസ്ഥയും വരും ശരിക്കും ബിഗ് ബോസിൽ പോയി. ആര്യ നന്നായി ചെയ്യുന്നില്ലേ? ആര്യ ഇപ്പോഴും ഷോസ് ഒക്കെ ഉണ്ട്. ആര്യ വാസ് വർക്കിംഗ് വെൽ. അത് ആര്യയുടെ ഒരു സ്ട്രെങ്ത് ആണ്. ആര്യയുടെ കോൺടാക്ട്സിന്റെ ഒരു ഷീസ് എ ഗുഡ് ഗേൾ. ഷീസ് വെരി ഗുഡ് അറ്റ് ഹർ ജോബ്. നമ്മളെടുക്കുന്ന രീതിയിലേ ഉള്ളൂ. ഈ കരിയർ എന്നൊക്കെ പറയണത് നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ കരിയർ ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഷോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് വേറെ ജോലി എടുത്ത് ഞാൻ ജീവിച്ചോളൂ. അത് നമ്മുടെ ഒരു സെറ്റപ്പാണ്. പിന്നെ മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറിനെ നമ്മളെ തകർക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ നമുക്ക് മാനസികമായി നമുക്ക് ഭയങ്കര ആരെയൊക്കെ കുറെ സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാളാണ് ഇതില്. എനിക്ക് ഇങ്ങനത്തെ കാര്യം തന്നെ എഫക്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്താണെങ്കിലും പറഞ്ഞു, എന്താണെങ്കിലും ചെയ്തോ, എനിക്ക് തിരിച്ചുടങ്ങി ഞാൻ പറയും ഞാൻ പോകും. ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ ഓക്കെ ലൈക്ക് ദാറ്റ്. പക്ഷെ ചിലവരെ അത് മെന്റലി തകർത്തി കളയും, യുനോ. അപ്പൊ അങ്ങനെ ആരെയും കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെയും അത് ചിരിച്ചുകൊണ്ട് ഇപ്പം അത് ഡീൽ ചെയ്യുന്നുണ്ട്, യുനോ. ആവാം. ഇത് നമ്മൾ എടുക്കുന്ന രീതിയിലല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ ബിഗ് ബോസിൽ പോവാതെ എത്രയോ പേര് വീട്ടില് ചെറിയ പ്രശ്നങ്ങൾ കാരണം ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ ഇത്രയും വലിയൊരു ആൾക്കാരെ കണ്ട് ആൾക്കാരെ അഭിപ്രായം പറയുന്ന ഒരു ഷോയില് ഡിപ്രഷൻ വന്നില്ലേ ഉള്ളൂ. എല്ലാം ഉണ്ട്. ഒരു അത്ര വലിയൊരു മാനസികാവസ്ഥ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സംതിങ്. നിലവിലുള്ളതോ സിബിൻ പോയതോടെ എനിക്ക് നിലവിലുള്ള ആരെയും ഇല്ല, ഇതൊന്നും ഇല്ല. സിബിൻ ആൻഡ് ദാറ്റ് പൂജ, ഐ റിയലി ലൈക്ഡ് ദം.
എനിക്ക് നിങ്ങളുടെ പ്രേക്ഷക അഭിപ്രായം അനുസരിച്ച് വോട്ടിംഗ് ഒക്കെ കാണുമ്പോഴും ജിൻഡോയ്ക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ടോപ്പ് 5 എത്താൻ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെമ്പറമെന്റ് എന്ന് പറയുന്നത് ഐ ക്വൈറ്റ് ലൈക്ക് അൻസിബ. ഒന്നുമല്ല, അധികം ക്വയറ്റ് ആണ്, കണ്ടന്റ് വൈസ് ഒന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്ന പറയുന്നത് പോയിന്റാണ് എന്ന് പറഞ്ഞൊരു ഒരു കൊട്ടില് കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഋഷിയും അനാവശ്യമായിട്ടില്ലെങ്കിലും കളിക്കേണ്ട ഗെയിംസ് ഒക്കെ നന്നായി കളിക്കുന്നുണ്ടോ കുട്ടി. ഗബ്രി ഭയങ്കര സ്മാർട്ടാണ്. എനിക്ക് ഗബ്രിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനം ട്രാക്ക് വിട്ടാൽ കുറച്ചുകൂടെ പോപ്പുലർ ആയേനെ. ജാസ്മിന് ഭയങ്കര സ്മാർട്ടാണ്, നല്ല സ്മാർട്ടായിട്ട് കളിക്കുന്ന കുട്ടിയാണ്. അവർ കറക്റ്റ് ആയിട്ട് കളിച്ചാൽ ഓക്കെ. വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് പോയാ. നോറ കലവിലയാണെങ്കിലും ചീവീടിനെ പോലുള്ള ഒച്ചയാണെങ്കിലും അവൾക്ക് പറയേണ്ട കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് മൈൻഡ്. ഇൻട്രസ്റ്റിംഗ് ഇറിറ്റേറ്റിംഗ് ആണ് ശബ്ദം കാരണം. ഇപ്പം എൻ്റെ ശബ്ദം കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അതുപോലെ, പക്ഷെ ഇപ്പം ബെറ്ററായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആരാണ് ആ വീട്ടില്? സോ യാ, ഇവരെയൊക്കെ ഐ ഹാവ് എ ഫീലിംഗ് പെർവ്യൂല് നമുക്ക് വെക്കാം. പിന്നെ സിജോ ആൻഡ് സായി ഐ വോണ്ട് ടു സീ. സായി ഇതുവരെ വന്നിട്ടില്ല, ഫുള്ളി പുറത്ത് സ്ലോ ഗെയിമറാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതാണ് ആള്, നമുക്കറിയില്ല. സിജോ ഈസ് ഇൻട്രസ്റ്റിംഗ്. ആദ്യം പോലെ വന്നാൽ നന്നായിരിക്കും. അവൻ സ്റ്റഡി ചെയ്യാന്ന് തോന്നുന്നു. പിന്നെ ആരാണ്? അപ്സര ഇസ് നൈസ് ആൻഡ് സ്ട്രോങ്, ബട്ട് യുനോ നല്ല കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ നത്തിങ് ടു ബ്ലോ മൈ മൈൻഡ്. കുറച്ച് സെൽഫായിട്ട് എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ശരണ്യ. ഓക്കെ ഓക്കെ, നല്ലൊരു ടാലന്റഡ് ആണ് ഷിരേഖ. ഷിരേഖ ഇസ് വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ്. കുറച്ച് ഐ മീൻ അർജുനൊക്കെ കാണാൻ ക്യൂട്ടാണ്. ശ്രീതു ഇസ് ബെറ്റർ, ഗെറ്റിംഗ് ബെറ്റർ. അവർ കാണാൻ ക്യൂട്ടാണ്. ഇപ്പൊ അർജുനും ശ്രീതും തമ്മിൽ ഒന്നും ഇല്ല, പക്ഷെ ഈ ചാനൽ മരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നടന്നോ? ഞാൻ അറിഞ്ഞുപോലില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രി ഒന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പം. പക്ഷെ ചാനൽ കുറെ ഷോർട്സ് ഇട്ടിട്ട് നമ്മൾക്ക് കൊണ്ട് ആ കെമിസ്ട്രി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ട്രൈ പിന്നെ വല്ലതും നടന്ന അവർക്ക് നല്ലത്. ബിക്കോസ് രണ്ടുപേരും നല്ലൊരു ക്യൂട്ട് പേരൊക്കെയാണ്. പിന്നെ ആ ലുക്കിന്റെ ബേസിസിലും ശ്രീതു ഇസ് ഗെറ്റിംഗ് ബെറ്റർ, ഐ ഹാവ് ടു സേ. ശ്രീതു ഇപ്പൊ ക്യാപ്റ്റൻസി നന്നായി ചെയ്തു.